നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഓസിലേഷൻ ചാപ്റ്ററിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ പെൻഡുലം ഈസ് ഹങ് ഫ്രം എ റൂഫ് ഓഫ് എ സഫിഷ്യൻ്റ്ലി ഹൈ ബിൽഡിംഗ് ആൻഡ് ഈസ് മൂവിങ് ഫ്രീലി ടു ആൻഡ് ഫ്രോ ലൈക്ക് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. അപ്പോൾ ഒരു റൂഫിൻ്റെ അവിടെ നിന്ന് ഒരു പെൻഡുലം ഇങ്ങനെ ഹാങ് ചെയ്ത് കിടപ്പുണ്ട്. ആസ് ആക്സിലറേഷൻ ഓഫ് ദി ബോബ് ഓഫ് ദ പെൻഡുലം ഈസ് 20 meter per second at a distance 5 meter from the mean position. അതായത് ഇതിപ്പോൾ മീൻ പൊസിഷൻ ആണെന്ന് വിചാരിച്ചോ, ഇത് എക്സ്ട്രീം പൊസിഷൻ ആണെന്ന് വിചാരിച്ചോ. മീൻ പൊസിഷൻ, ഇത് മീൻ പൊസിഷൻ, ഇത് രണ്ടും എക്സ്ട്രീം പൊസിഷൻ. മീൻ പൊസിഷനിൽ നിന്ന് ഒരു 5 മീറ്റർ ദൂരെ ഉള്ളപ്പോൾ ആ ഒരു ബോബിൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് 20 meter per second സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. ടൈം പീരീഡ് ഓഫ് ദ ഓസിലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ വൈ എന്നറിയാം. ഇതിൽ മൈനസ് എന്ന് പറയുന്ന ഡയറക്ഷനാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു പോയിന്റിൽ എപ്പോഴും ആക്സിലറേഷൻ ടുവേഴ്സ് ദ മീൻ പൊസിഷൻ ആയിരിക്കും. നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എപ്പോഴും മെഷർ ചെയ്യുന്നത് ഫ്രം ദ മീൻ പൊസിഷനിലായിരിക്കും. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് ഈ ഒരു ഡയറക്ഷനിലും ഈ ഒരു പോയിന്റിൽ ഫോഴ്സ് എന്ന് പറയുന്നത് ആക്സിലറേഷനും ഫോഴ്സും ഈ ഒരു ഡയറക്ഷനിലാണ്. അതുകൊണ്ടാണ് ഈ ഒരു നെഗറ്റീവ് സൈൻ വന്നത്. മാഗ്നിറ്റ്യൂഡ് വൈസ് നോക്കുകയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ വൈ ആണ്. അപ്പോൾ ആക്സിലറേഷൻ 20 എന്ന് തന്നിട്ടുണ്ട്. ഇത് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. ഒമേഗ സ്ക്വയർ എക്സ് ആയിട്ട് എടുക്കാം. ഒമേഗ സ്ക്വയർ എക്സ് നമുക്കിവിടെ 5 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പം ഡിവൈഡ് ചെയ്യുമ്പം ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. ഒമേഗ ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. നമുക്കറിയാം ഒമേഗ ഈസ് ഈക്വൽ ടു 2π/t ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π/ഒമേഗ ആണെന്നറിയാം. അതായത് 2π/2. അപ്പം ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു π സെക്കൻഡ് എന്ന് കിട്ടും. അതാണ് ആദ്യത്തെ ഉത്തരം. π സെക്കൻഡാണ് ടൈം പീരീഡ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ: എ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് കെ. ഒരു സ്പ്രിങ് ഉണ്ട്, അതിൻ്റെ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഫോഴ്സ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് കെ ആണ്. ഈസ് കട്ട് ഇൻ ടു ലെങ്ത് ഓഫ് റേഷ്യോ. അപ്പോൾ ഈ സ്പ്രിങ്ങിനെ ഞാൻ കട്ട് ചെയ്യണം. ഇതിൻ്റെ ആദ്യത്തെ ലെങ്ത് എല്ലാണെന്ന് വിചാരിച്ചു. ഇതിനെ 3 പീസായിട്ട് കട്ട് ചെയ്തു. ഫസ്റ്റ് പീസിൻ്റെ ലെങ്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 3 പീസായിട്ട് കട്ട് ചെയ്തു. 1 2 3 അങ്ങനെ 3 പീസായിട്ട് കട്ട് ചെയ്തു. അപ്പം ഇതിൽ റേഷ്യോ, കട്ട് ചെയ്ത റേഷ്യോ എന്ന് പറയുന്നത് L1:L2:L3 എന്ന് പറയുന്നത് 1:2:3 ആണ്. അപ്പോൾ ആദ്യത്തെ എൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെല്ലാം കൂടെ ആഡ് ചെയ്യണം. 2 + 3 + 1 അതായത് 6. അതിൽ ഒരു ഭാഗമാണ് ഫസ്റ്റ് ലെങ്ത്. അതായത് ടോട്ടൽ ലെങ്ത് എല്ലാം ആണെങ്കിൽ അതിൽ 6-ൽ-1 ഭാഗമാണ് ഫസ്റ്റ് ലെങ്ത്. സെക്കൻഡ് ലെങ്ത് എന്ന് പറയുന്നത് 2L/6. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പം L/3 എന്ന് വരും. ഇത് L/6 എന്ന് വരും. അടുത്തത് 3L/6. ഇത് ഓരോന്നിൻ്റെയും ലെങ്താണ്. അപ്പോൾ നമുക്ക് L/2 എന്ന് കിട്ടും. ഈ കെ എന്ന് പറയുന്നത്, അതായത് സ്പ്രിങ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആണ്. അതായത് ഇപ്പോൾ ലെങ്ത് പകുതിയായാൽ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് ഡബിൾ ആവും. ഇപ്പോൾ ഇവിടെ ലെങ്ത് 1/6 ടൈംസ് ആയാണ് ചെയ്തത്. അപ്പം ഈ ഒരു സ്പ്രിങ് കോൺസ്റ്റൻറ്റ് ആദ്യത്തെ നിന്ന് 6K ആവും. അതായത് അടിയിലുള്ളതിൻ്റെ ടൈംസ് ആയിട്ട് മാറും. അതായത് ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 3K, ഇവിടെ 2K, ഇത് 3 ആവും. ഇതാദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ദേ ആർ കണക്റ്റഡ് ഇൻ സീരീസ്. എന്നിട്ട് ഈ സ്പ്രിങ്ങിന്, ഈ കട്ട് ചെയ്ത 3 പീസായിട്ട് കട്ട് ചെയ്ത സ്പ്രിങ്ങിന് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പം സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പം അതിൽ K ഇക്വലൻ്റ് എന്ന് പറയുന്നത്, സീരീസ് ആയിട്ടാണ് K കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സീരീസ് ആയിട്ട് കണ്ടുപിടിക്കുമ്പോഴുള്ള പുതിയ ഫോഴ്സ് കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ സ്പ്രിങ് കോൺസ്റ്റൻ്റ് ആണ് K' എന്ന് പറയുന്നത്. പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോഴും എന്താണ്, K" ആണ് അതിൻ്റെ ഫോഴ്സ് കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ സ്പ്രിങ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ 3 സ്പ്രിങ്ങും വീണ്ടും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത് തന്നെ കിട്ടൂലേ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പുതിയ സ്പ്രിങ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഈ K'ക്ക് തുല്യമായിരിക്കും. അപ്പോൾ K' എന്ന് പറയുന്നത് K'ക്ക് ഈക്വലായിരിക്കും.
ഇനി അടുത്ത കെ ഡബിൾ ഡാഷ്. പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള സ്പ്രിങ് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഫോഴ്സ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് കെ ഇസ് ഈക്വൽ ടു K1 പ്ലസ് K2 പ്ലസ് K3 ആണ്. അതായത് ഇത് മൂന്നും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്യണം. അതായത് 6 പ്ലസ് 3 പ്ലസ് 2 അപ്പം 11 കെ ആണ്. കെ ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് 11 കെ ആണ്. ചോദിച്ചിരിക്കുന്നത് കെ ഡാഷ് ബൈ കെ ഡബിൾ ഡാഷിൻ്റെ റേഷ്യോ ആണ് വെച്ചിരിക്കുന്നത്. അതായത് കെ ബൈ 11K. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1/11 എന്ന് കിട്ടും. അതായത് ഓപ്ഷൻ ബി ആണ് സെക്കൻഡിൻ്റെ ആൻസർ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. എ പാർട്ടിക്കിൾ എക്സിക്യൂട്ട് ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഒരു പാർട്ടിക്കിൾ ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യണം. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വന്നിട്ടുണ്ട് 3 സെൻറ്റിമീറ്റർ എന്നാണ് ആംപ്ലിറ്റ്യൂഡ് വന്നിരിക്കുന്നത്. വെൻ ദ പാർട്ടിക്കിൾ ഈസ് അറ്റ് 2 സെൻറ്റിമീറ്റർ ഫ്രം ദ മീൻ പൊസിഷനിൽ നിന്ന് 2 സെൻറ്റിമീറ്ററിലായിട്ടിരിക്കുമ്പോൾ, അതായത് എക്സ് ഈസ് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ ആയിട്ടിരിക്കുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇറ്റ്സ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു ഇറ്റ്സ് ആക്സിലറേഷൻ. അതായത് ഇതാണ് മീൻ പൊസിഷൻ എന്ന് വിചാരിച്ചോ. ഈ മീൻ പൊസിഷനിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസിൽ ഒരു പാർട്ടിക്കിൾ ഇരിക്കുമ്പോൾ ആ ഒരു പാർട്ടിക്കിളിൻ്റെ ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡും വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും ഈക്വൽ എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദെൻ ഇറ്റ്സ് ടൈം പീരീഡ് ഇൻ സെക്കൻഡ് വിൽ ബി. അപ്പം ടൈം പീരീഡ് സെക്കൻഡിൽ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ എക്സ് എന്നറിയാം. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നും അറിയാം. അപ്പം ഈ ഒരു പോയിന്റിൽ ഇത് രണ്ടും, ഈ ആക്സലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡും വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും ഈക്വൽ എന്നാണ് പറയുന്നത്. അതായത് ഒമേഗ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നാണ് പറയുന്നത്. നമുക്ക് കണ്ടുപിടിക്കാനുള്ള ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π/ഒമേഗ എന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമുക്കൊരു ഒമേഗയുടെ ആൻസർ കിട്ടിയാൽ നമുക്ക് ടൈം പീരീഡ് കണ്ടുപിടിക്കാം. ഇതിൽ നിന്ന് ഒരു ഒമേഗയും ഈ ഒരു ഒമേഗയും കട്ട് ചെയ്ത് പോകും. അപ്പോൾ ഒമേഗ എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ. അപ്പോൾ എ സ്ക്വയർ ഇതിപ്പോൾ സെൻറ്റിമീറ്ററിലാണ്, നമുക്കിതിനെ മീറ്ററിലോട്ടാകാം. ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ആക്കാം. അതായത് 3 × 10⁻⁻² the whole square minus 2 × 10⁻⁻² the whole square. അപ്പോൾ എന്ത് വരും? 9 × 10⁻⁻4 മൈനസ് 4 × 10⁻⁻4. ഇതിൽ നിന്നൊരു -4 കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ റൂട്ട് 10⁻⁻4 9 - 4 അതായത് 5 വരും. ഇത് പുറത്ത് പോകുമ്പോൾ 10⁻⁻2 √5 എന്ന് വരും. ഇതിൽ ഒമേഗ ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 2 ആണ്. അത് സെൻറ്റിമീറ്ററിലെ മീറ്ററിലോട്ടാക്കി 10⁻⁻2 വിളിച്ചു. അപ്പം ഇതും കട്ട് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് ഒമേഗ ഈസ് ഈക്വൽ ടു √5/2 എന്ന് കിട്ടി. ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π/ഒമേഗ ആണ്. അപ്പം ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π/ഒമേഗയുടെ സ്ഥാനത്ത് √5/2 അത് മുകളിൽ പോകും ഇൻറ്റു 2. അപ്പം 4π/√5 എന്ന് കിട്ടും ടൈം പീരീഡ്. സെക്കൻഡിലാണ് കിട്ടുന്നത്. അതായത് ഓപ്ഷൻ ബി 4π/√5 ഇതാണ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ ബോഡി ഓഫ് മാസ് എം ഈസ് അറ്റാച്ച്ഡ് ലോവർ എൻഡ്. എ ബോഡി ഓഫ് മാസ് എം ഈസ് അറ്റാച്ച്ഡ് ലോവർ എൻഡ് ഓഫ് എ സ്പ്രിങ് ഹൂസ് അപ്പർ എൻഡ് ഈസ് ഫിക്സഡ്. അപ്പോൾ ഒരു സ്പ്രിങ് അതിൻ്റെ അപ്പർ എൻഡ് ഫിക്സഡ് ആണ്. അതിൻ്റെ ലോവർ എൻഡിൽ ഒരു മാസ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കിടപ്പുണ്ട്. എം മാസാണ് അറ്റാച്ച് ചെയ്ത് കിടക്കുന്നത്. ദ സ്പ്രിങ് ഹാസ് എ നെഗ്ലിജിബിൾ മാസ്. ഇവിടെ സ്പ്രിങ്ങിൻ്റെ മാസ് നെഗ്ലിജിബിൾ എന്ന് വെച്ചാൽ മാസ്ലെസ് എന്ന് ഉദ്ദേശിക്കുന്നതായിട്ട് എടുത്താൽ മതി. പിന്നെ മാസ് എം ഈ സ്ലൈറ്റ്ലി പുൾ ഡൗൺ ആൻഡ് റിലീസ്. അതായത് ഈ മാസിനെ ഞാൻ കുറച്ച് താഴോട്ട് വലിച്ചിട്ട് വിട്ടാൽ അത് SHM എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ മാസ് എം ഈ സ്ലൈറ്റ്ലി പുൾ ഡൗൺ ആൻഡ് റിലീസ് ഇറ്റ് ഓസിലേറ്റ് വിത്ത് എ ടൈം പീരീഡ് ഓഫ്. അപ്പം ഇവിടെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 3 സെക്കൻഡാണ്. വെൻ ദ മാസ് എം ഈസ് ഇൻക്രീസ്ഡ് ബൈ. ഇനി പറയണമെന്ന് വെച്ചാൽ ആ സ്പ്രിങ്ങിൻ്റെ കൂടെ അഡീഷണൽ 1 കിലോഗ്രാം മാസം കൂടെ ആഡ് ചെയ്യണം. ഇതിൽ നിങ്ങൾ ഈ ബൈ എന്നുള്ള വേർഡ് ശ്രദ്ധിക്കണം. മാസ് എം ഈസ് ഇൻക്രീസ്ഡ് ബൈ 1 കിലോഗ്രാം. അതായത് ആദ്യമുള്ള മാസിൻ്റെ കൂടെ 1 കൂടി. ബൈ എന്ന് കേൾക്കുമ്പോൾ ആദ്യം എത്രയാണുള്ളത് അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. 2 എന്ന് പറഞ്ഞാൽ ഫൈനലായിട്ട് ഇത്ര മാസമായെന്ന് അർത്ഥം. ഇപ്പം മാസ് ഈസ് ഇൻക്രീസ് ടു 5 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ പുതിയ മാസ് 5 കിലോഗ്രാം എന്നാണ്. പക്ഷേ ഇവിടെ മാസ് എം ഈസ് ഇൻക്രീസ്ഡ് ബൈ 1 കിലോഗ്രാം. അതായത് പുതിയ മാസ്
m+1 ആണ്. പുതിയ മാസ് m+1 ആണ്. അപ്പോൾ ഉള്ള ടൈം പീരീഡ് എന്ന് പറയുന്നത് ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ t=5 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. വാല്യൂ ഓഫ് m, അപ്പോൾ m കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം സ്പ്രിങ്ങിൻ്റെ കേസിൽ വരുമ്പം, അതായത് ഈ ഇങ്ങനത്തെ ഒരു സിസ്റ്റം, സ്പ്രിംഗ് ബ്ലോക്ക് സിസ്റ്റത്തിൻ്റെ കേസിൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് 2π × m/k ആണ്. ഇതിൽ k എന്ന് പറയുന്നത് സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് ആണ്, m എന്ന് പറയുന്നത് നമ്മൾ ഹാങ് ചെയ്തിരിക്കുന്ന മാസ്. അപ്പോൾ ഇവിടെ സെയിം സ്പ്രിങ് ആണ്, അപ്പം k സെയിം ആയിരിക്കും. പിന്നെ 2 എന്ന് കോൺസ്റ്റൻ്റ് ആണ്, π കോൺസ്റ്റൻ്റ് ആണ്. അപ്പം t ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു √m ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ t1 എന്നും ഇതിനെ t2 എന്നും എടുക്കാം. ഇതിൻ്റെ മാസ് m1 = m എന്ന് എടുക്കാം. ഇതിൻ്റെ മാസ് m2 = m+1 എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് t1/t2 = √m1/m2 എന്ന് കിട്ടും. m1/m2. m1 എന്ന് പറയുന്നത് m ആണ്, m2 എന്ന് പറയുന്നത് m+1 ആണ്. അപ്പോൾ t1 = 3 എന്ന് തന്നിട്ടുണ്ട്, t2 = 5 എന്ന് തന്നിട്ടുണ്ട്. അതിനെ അതവിടെ ഇരിക്കട്ടെ, √m+m+1. ഇനി നമ്മൾ സ്ക്വയർ ചെയ്യണം. അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 9/25 = m/m+1. ഞാൻ ഈ ഇൻവേഴ്സ് എടുക്കുകയാണ് രണ്ട് സൈഡും. അപ്പം 25/9 = m+1/m. എന്നിട്ട് ഈ മുകളിലുള്ള ഓരോ ടേമിനെ ഞാൻ താഴത്തെ m കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 1+1/m എന്ന് കിട്ടും. ഇനിയും 25/9 ഈ 1 ഇപ്പുറത്ത് കൊണ്ടുവന്നു, -1 = 1/m. അപ്പം 25 9 പോകുമ്പോൾ 16. 16/9 = 1/m. സോ m = 9/16 9 വരും. അതായത് മാസ് കിലോഗ്രാമിലുള്ളത് 9/16 ആണ്. അതായത് ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പം 4 ക്വസ്റ്റ്യൻ നമ്മളിപ്പം ചെയ്തു. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. ഇനി പാർട്ടിക്കിൾ ഈസ് എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇറ്റ്സ് മാക്സിമം ആക്സലറേഷൻ ഈസ്. അപ്പം ആക്സലറേഷൻ മാക്സിമം എവിടെയാണ്? മീൻ പൊസിഷനിൽ നോക്കുകയാണെങ്കിൽ വെലോസിറ്റി മാക്സിമം ആണ്. എക്സ്ട്രീം പൊസിഷനിൽ വെലോസിറ്റി 0 ആണ്, മിനിമം ആണ്. അവിടെ ആക്സലറേഷൻ മാക്സിമം ആണ്. അപ്പോൾ എക്സ്ട്രീം പൊസിഷനിൽ ആക്സലറേഷൻ മാക്സിമം ആണ്. ആ ആക്സലറേഷൻ മാക്സിമം എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണെന്ന് വെച്ചാൽ ω² A ഈക്വലാണ്. അത് ഇവിടെ പാർട്ടിക്കിൾ ഈസ് എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ, ഇറ്റ്സ് മാക്സിമം ആക്സലറേഷൻ ഈസ് ആൽഫ. അപ്പോൾ ഇവിടെ മാക്സിമം ആക്സലറേഷൻ ആൽഫ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇറ്റ്സ് മാക്സിമം വെലോസിറ്റി മാക്സിമം എന്ന് പറയുന്നത് Aω ആണ്. അത് ബീറ്റ തന്നിട്ടുണ്ട്, β = Aω ആണ്. ചോദിച്ചിരിക്കുന്ന ടൈം പീരീഡ് ഓഫ് വൈബ്രേഷൻ. അപ്പോൾ ഇവിടെ ടൈം പീരീഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ β α = ω² എന്ന് നമുക്കറിയാം, β = ωA എന്നും അറിയാം. ഇതിനെ ഞാൻ പരസ്പരം ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എനിക്ക് α/β = ഈ ഒമേഗയും ഈ ഒരു ഒമേഗയും കട്ട് ചെയ്ത് പോകും. അപ്പോൾ ω എന്ന് കിട്ടും. എയും കട്ട് ചെയ്ത് പോകും. അപ്പോൾ എനിക്ക് ω കിട്ടും. ടൈം പീരീഡ് = 2π/ω ആണ്. അതായത് 2π/α/β, ബീറ്റ മോളിൽ പോകും. അപ്പം എനിക്ക് 2πβ/α എന്ന് കിട്ടും. അതായത് ഓപ്ഷൻ ബി കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് വഴിയെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.